മമ്മൂക്ക കൂടി നേരെ വരികയാണ് കല്യാണത്തിന്. കൂടി മമ്മൂക്ക വന്നിട്ട് സ്റ്റേജ് വന്നിട്ട് ഇത് നീ എങ്ങനെ മുതലാക്കൂടാന്ന് ചോദിച്ചു. കുറെ ആൾക്കാര് ഇപ്പോഴും മമ്മൂക്ക വളരെ കൂളായിട്ടാണ് മമ്മൂക്ക എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ നമുക്ക്. എന്നാലും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇടാണ്ട് നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല. നേരെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ലാലേട്ടൻ വരുന്നു. എന്റെ കല്യാണ റിസപ്ഷൻ ഭയങ്കര സംഭവമായിരുന്നു. വളരെ ബ്രില്യന്റ് ആയിട്ടാണ് ഓരോ ക്യാരക്ടറും വിഷ്ണു പ്ലേ ചെയ്യുന്നത് നമുക്ക് തോന്നും. കറക്റ്റ് ആ ക്യാരക്ടറിന് ഒരു രീതിയിലും ഇതില്ലാണ്ട്. ഞാൻ കുറെ ഓഫ് ബീറ്റ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ജനങ്ങൾ കണ്ടിട്ടില്ല. അതിലാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുന്നത്. പക്ഷെ അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ സർക്കിളില് എനിക്ക് നല്ല പേരാണ്. മാധവന് ഇഷ്ട, മാധവൻ ഇഷ്ടം. അപ്പഴേ പെട്ടെന്ന് ഓർമ്മ വന്നേ മാധവല്ലേ. മാധവന്റെ ബഡി പെയറാണ്. ആണല്ലേ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, എന്റെ മടിയിൽ കിടന്ന് പടഞ്ഞു വീണു, ഞാൻ മരിക്കണോ? ഓടമ്പക്കത്ത് പോയി പൈപ്പ് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ല. ഉത്സാഹപ്പെടുത്തിയ ആൾക്കാരില്ലേ, അവരോടെന്ത് പറയുന്നു. എന്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരാളില്ല. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വരെ ചെയ്തിരിക്കുന്ന എത്രയോ സിനിമകൾ ചെയ്തു. അതിലെന്നും ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള വേറെ കുറെ പ്രിപ്പറേഷൻസ് അപ്പൊ ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനത്തെ ഒരു ഇടിപ്പടമാണ് എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ മനസ്സിൽ ഈശ്വര ഞാൻ ഇത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട പ്രീ വർക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഇതിനു വേണ്ടിയിട്ട് നമ്മൾ റെഡി ആക്കണം. അതെന്തൊക്കെയായിരുന്നു? അതിന് ആരൊക്കെയാ ഹെൽപ്പ് ചെയ്തേ? ഇത് ഇടിപ്പടമാണ്, ഇടിയുണ്ടെന്നുള്ള കാര്യം ഒരു പ്രധാന കാര്യം തന്നെയാണ്. പക്ഷെ അതിനേക്കാൾ ഏറെ ഇതിലെ ക്യാരക്ടറിന്റെ ആസ് ആൻ ആക്ടർ ഞാൻ പറയുന്നത് ഇതൊരു ചൈൽഡ്ഹുഡ് ട്രോമ ക്യാരി ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചന്തു. അപ്പൊ ഈ കാര്യം നമ്മള് മാസ്റ്ററോട് പറയുമ്പോൾ പുള്ളിക്കും ഏറ്റവും റിലേറ്റ് ചെയ്ത അതാണ്. പുള്ളിയുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ട്. അത് ഈ ചന്തുവിന്റെ കഥ കേട്ടപ്പോ പുള്ളിക്ക് എന്റെ ചൈൽഡ്ഹുഡ് ആയിട്ട് എനിക്ക് തോന്നുകയാണ് ഇതിലെ കഥ എന്ന് പറയുമ്പോൾ പുള്ളി നമ്മളെക്കാളും ഇൻവോൾവ് ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വേറെ സിനിമയുടെ പുഷ്പ 2ന്റെ ഡേറ്റ് വരെ നീക്കി വെച്ചിട്ടാണ് പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി വന്നത്. അപ്പൊ പുള്ളി അത്രയും ഇൻവോൾവ്മെന്റ് ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ ട്രോമയുള്ള ഒരു ക്യാരക്ടർ ആണല്ലോ ചന്തു. അപ്പൊ അതിലും കൂടിയായിരുന്നു എന്റെ ഫോക്കസ്. പിന്നെ ഫിസിക്കലി നമ്മൾ കുറച്ച് പ്രിപ്പറേഷൻസ് വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്ന് ഫ്ലെക്സിബിൾ ആവണം എന്ന് വിചാരിച്ചിട്ട് കരാട്ടെ ഒരു ചെറിയൊരു ട്രെയിനിങ് എടുക്കാനും ഞാൻ പോയായിരുന്നു. പക്ഷെ അതൊരു 4-5 ദിവസം ചെയ്തുള്ളൂ. ജസ്റ്റ് സ്ട്രെച്ചൊക്കെ മാത്രം ചെയ്തോളൂ. കാരണം മാസ്റ്റർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊരു പോളിഷ്ഡ് ആയിട്ടുള്ള കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേച്ചർ വേണ്ട ഈ ക്യാരക്ടറിന്. ഒരു സാധാരണ ഒരു +2 സ്കൂളിൽ തൻ്റെ നിവൃത്തികേട് കൊണ്ട് +2 പഠിക്കണ ഒരു പയ്യന് പ്രതിരോധിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിലൊരിക്കലും ഒരു സ്റ്റൈലോ പുലിമുരുകല് വന്ന് നിക്കണ പോലത്തെ നിപ്പോ ഒന്നും ഇതിൽ ആവശ്യമില്ല. ഇതിൽ ആവശ്യമില്ലെന്ന് മാത്രമല്ല അത് വരാൻ പാടില്ല എന്നാണ് പുള്ളി കാണുന്നത്. കുറച്ചും കൂടെ ഒരു എന്താ പറയാ ഒരു നോർമൽ ഒരാളിലേക്ക് അങ്ങനത്തെ ഒരു സാധനമാണ് പുള്ളി വേണ്ടത്. അപ്പൊ നമുക്ക് വളരെ കൺവിൻസിങ് ആയിരുന്നു. അപ്പൊ പുള്ളിയുടെ അസിസ്റ്റൻസ് ഇപ്പൊ എന്തെങ്കിലും ഒരു സീക്വൻസ് ചെയ്ത് കാണിച്ചാൽ പോലും പുള്ളി വഴക്ക് പറയും. എടാ ഇത് സൂപ്പർ ഹീറോ പടമല്ല, ഇങ്ങനെയല്ല വരേണ്ടത്. പയ്യൻ ഓടുമ്പോ വീണ് കഴിഞ്ഞാൽ അങ്ങനെ വീഴണം, അല്ലാതെ ഇങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ പാടില്ല. കൃത്യമായിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി അത് റീടേക്ക് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറെ റിയലിസ്റ്റിക് കാര്യങ്ങൾ ഈ സിനിമയിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ തുടക്ക സമയത്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഇടികളുടെ സീക്വൻസ് ഒക്കെ എടുക്കുമ്പോൾ വിഷ്ണുവിന് അതൊക്കെ പല പല ടേക്കുകളിലേക്ക് പോകേണ്ടി വന്നു, അല്ലെങ്കിൽ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാക്കിയോ? ഫിസിക്കലി അത് വീഴുകയും കാര്യങ്ങളും അതൊക്കെ കുറച്ച് അത് പെയിൻഫുൾ ആയിരുന്നു ആ ഒരു ഇതെന്ന് പറയണേ? സ്ട്രഗിൾ ആണ്, ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് ആ പ്രോസസ് എൻജോയ് ചെയ്തുകൊണ്ടാണല്ലോ നമ്മളിവിടെ നിൽക്കണേ. മനസ്സുകൊണ്ട് റെഡി ആയിട്ടാണല്ലോ അല്ലെ ആ ക്യാരക്ടറിന് വന്ന് നിൽക്കുന്നത്. വിഷ്ണുവിന്റെ ഓരോ കഥാപാത്രങ്ങളും നോക്കിക്കഴിഞ്ഞാല് ഭയങ്കര സെലക്റ്റീവ് ആയിട്ട് തോന്നും. വിഷ്ണു ഏത് എത്തിച്ചാലും അയ്യോ ഇത് വിഷ്ണുവിന് വേണ്ടി തന്നെ ആരോ കരുതി വെച്ച പോലൊരു തോന്നല്. കറക്റ്റായിട്ട് വിഷ്ണു അതിലേക്ക് വന്ന് എങ്ങനെ വിഷ്ണുവിനെ അവിടെ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് വിഷ്ണുവായിട്ട് തന്നെ കോൺഷ്യസ്ലി വന്ന് സെലക്ട് ചെയ്യുന്നതാണോ? അത്തരം കഥാപാത്രങ്ങൾ കുറെ കഥകൾ കേട്ടിട്ട് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്നതാണോ? ഇതൊക്കെ എങ്ങനെയാ വിഷ്ണുവിന് കറക്റ്റായിട്ട് വന്ന് ഇത്തരത്തിലുള്ള മനോഹരമായ ഓരോ ക്യാരക്ടേഴ്സും വന്ന് പെടുന്നത്? അല്ല അത് നമുക്ക് കേൾക്കുമ്പോ ഏറ്റവും എക്സൈറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ അതെനിക്ക് ചെയ്യാമെന്ന് നമുക്ക് കോൺഫിഡൻസ് തോന്നുന്ന
സിനിമകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളതും. ആ അല്ല, വളരെ ബ്രില്യൻ്റ് ആയിട്ടാണ് ഓരോ ക്യാരക്ടറും വിഷ്ണു പ്ലേ ചെയ്യുന്നത് നമുക്ക് തോന്നും. കറക്റ്റ് ആ ക്യാരക്ടറിന് ഒരു രീതിയിലും ഇതില്ലാണ്ട് ഈ ഒരു വിഷ്ണു എന്ന് പറയുന്ന ഒരാൾക്ക് അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുന്ന, പൂർണ്ണമായിട്ട് നമുക്ക് ആ ക്യാരക്ടറിനോട് ചേർത്ത് വെക്കാൻ പറ്റുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് ഓരോ ക്യാരക്ടർ. അതാ ഞാൻ ചോദിക്കുന്നത്, ആ ഒരു മാജിക്കൽ ഒരു സെലക്ഷൻ അത് വിഷ്ണു ശരിക്കും ബോധപൂർവം അങ്ങനെ ഇത്രയും കുറേ കഥകൾ കേട്ടിട്ട് ഓക്കെ ഇതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യണത് എന്ന് വിഷ്ണുവിന് സെൽഫ് തോന്നി ചെയ്യുന്നതാണോ, അതോ ഇതൊക്കെ ആക്സിഡന്റലി ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റ് അങ്ങനെ തന്നെ വരുന്നതാണോ? അങ്ങനെ സംഭവിക്കണം, ഒരു ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമ്മളങ്ങനെ കുറെ കഥ കേട്ട് സെലക്ട് ചെയ്യണം അങ്ങനെയല്ല. കഥകൾ കുറെ പേര് വന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ചെയ്യണം എന്ന് തോന്നുന്ന സിനിമകളാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ അതിന് ഒരുപാട് ഇതാണ് അതിന്റെ മാനദണ്ഡം എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓരോ സിനിമയ്ക്കും ചൂസ് ചെയ്യാൻ ഓരോ കാരണങ്ങളായിരിക്കും. അപ്പൊ അതിലൊരു മിനിമം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ് ആൻ ആക്ടർ നമുക്ക് ഒരു ഇത് ചെയ്യണം എന്ന് തോന്നണ ഒരു, അത് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറയും ഇതെന്തായാലും ചെയ്യാം. അങ്ങനെ ഏറ്റവും കൂടുതൽ മനസ്സിലാഗ്രഹിച്ച് ചെയ്തത് ഏത് ക്യാരക്ടറാ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എനിക്ക് വെടിക്കെട്ടിലെ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്. അതിലെ വെടിക്കെട്ടിലെ ക്യാരക്ടർ അത് മനോഹരമായി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ തോന്നിയത് അല്ലേ? എനിക്കിപ്പോ പെട്ടെന്ന് ലേറ്റസ്റ്റ് പറയുമ്പോ ഇപ്പൊ എനിക്ക് ഇടിയൻ ചന്തു ആണ് ഇപ്പത്തെ മൂവി തോന്നുന്നുണ്ട്. അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് വരുന്ന കഥ പറയാൻ വരുന്നതിൽ എല്ലാമല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു 70% ഒരു പൊതു സ്വഭാവം കാണാറുണ്ട് എന്നെ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന സിനിമകൾക്ക്. അപ്പൊ അതിൽ നിന്ന് മാറി നിൽക്കുന്ന കഥകൾ വരുമ്പോ നമുക്ക് കുറച്ചും കൂടി ശരിക്കും നമുക്ക് ഒരു പ്രത്യേക ഒരു താല്പര്യം നമുക്കും തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇടിയൻ ചന്തു. അപ്പൊ ഇതിന്റെ ഒരു പ്ലോട്ട് പറയുമ്പോ തുടങ്ങി എനിക്ക് ഇത് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. പിന്നീട് അതിന്റെ ഈ കഥയുടെ ഡെവലപ്മെന്റ്സിന്റെ ഓരോ ഘട്ടത്തിലും ഇതിന്റെ ശ്രീജിത്ത് ഏട്ടനാണ് ഡയറക്ടർ, അദ്ദേഹവും ഞാനായിട്ട് സംസാരിക്കാറുണ്ട്, ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നത് ശ്രീതേട്ടനും അസോസിയേറ്റ് റൈറ്ററായിട്ട് ബിനു തൃക്കാക്കരയുണ്ട്, ഞാനും എല്ലാവരും ചേർന്നിട്ടാണ് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുന്നത്. അപ്പൊ ഞങ്ങളിത് എന്തായാലും ഇതൊരു കുറവുമില്ലാതെ ചെയ്യണം ഈ സിനിമ എന്നുള്ളൊരു ഇതിലേക്ക് എത്തുകയും ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയും അപ്പൊ ഞങ്ങളുടെ കൂടെ കൈകോർക്കാനായിട്ട് ഷഫീഖ്, റൈസ്, സുബൈർ എന്ന് പറഞ്ഞ 3 ഇക്കമാർ അവരും ചേരുകയും അപ്പൊ അങ്ങനെയാണ് ഈ സിനിമ. അപ്പൊ ഞാൻ നിർമ്മാതാവും കൂടി ആവുകയാണ്. അത് ഞാൻ അടുത്ത ചോദ്യം വരെയായിരുന്നു. കാരണം ഇതുവരേക്കും നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ലൊരു റൈറ്ററിനെ കണ്ടു, ഒരു ആക്ടറിനെ കണ്ടു, പിന്നെ ഡയറക്ഷനിലേക്ക് വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത പടി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ സൈഡാണ്. പ്രൊഡ്യൂസർ ആവുക, പ്രൊഡക്ഷൻ ഹൗസ് ആവുക, പിന്നെ പതുക്കെ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവുക. ഇതൊക്കെയാണല്ലോ നമ്മൾ പൊതുവായിട്ട് കാണുന്നത്. അപ്പൊ വിഷ്ണുവിന്റെ ആ യാത്രയും എപ്പോഴായിരിക്കും എന്ന് ചോദിക്കുമ്പോഴാണ് ഈ ഒരു മൂവിയും ഇതിന്റെ വിശേഷവും കാര്യങ്ങളും ഇതിന്റെ പിന്നിലും വിഷ്ണുവിന് ആ ഒരു ലെവലിലേക്ക് വിഷ്ണു എത്തി. അതൊക്കെ ഒരു സ്റ്റേജ് ആണല്ലേ വിഷ്ണു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളർച്ചയുടെ ഭാഗമല്ലേ ഇതെല്ലാം? തീർച്ചയായിട്ടും ഓരോ ദിവസവും നമ്മളത് ഗ്രേറ്റ്ഫുൾ ടു എവരിവൺ അറൗണ്ട് us എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല നാളെ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല, അത് അങ്ങനെ സംഭവിക്കുകയാണ്. അല്ല, വിഷ്ണുവിന്റെ മനസ്സിലൊരാഗ്രഹം പോയിട്ടില്ലേ നാളെ ഞാനും എൻ്റെ ഒരു മൂവി പ്രൊഡ്യൂസ് ചെയ്യും? കാരണം നമ്മുടെ കൺമുമ്പിൽ നമ്മളിപ്പം ഇന്നിപ്പോ എല്ലാ ആക്ടേഴ്സും തന്നെയാണ് അവരുടെ മൂവിയുടെ പ്രൊഡ്യൂസേഴ്സും ആവുന്നത്, മിക്ക മൂവീസും നമ്മൾ നോക്കിക്കഴിഞ്ഞാല്. അപ്പൊ വിഷ്ണുവിന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെ എനിക്കും എന്റെ അടുത്ത മൂവി പ്രൊഡ്യൂസ് ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള തോന്നലിന്റെ കൂടി ഭാഗമായിട്ടായിരിക്കും ചിലപ്പോ ഇത് നടന്നിട്ടുണ്ടാവുക. ശരിയായി വന്നപ്പോ ഇത് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ വേറെ വെച്ചിരിക്കുന്നത് വിഷ്ണു ഇപ്പം ഇതിനകത്ത് വിഷ്ണുവിന്റെ തന്നെ സ്ക്രീൻ പ്ലേയിലുള്ള ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരുടെ സ്ക്രീൻ പ്ലേയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതും അതിലും വിഷ്ണു ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വിഷ്ണുവിന് ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നത് എവിടെയാണ്? നമ്മൾ എഴുതിയ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ മുക്കും മൂലയും വക്കും അരികും ഒക്കെ നമുക്കറിയാലോ, അതിന്റെ എല്ലാ ഡയമെൻഷനും തീർച്ചയായിട്ടും ആലോചിച്ചിട്ടാണ് ഇത് പേപ്പറിലേക്ക് ആവുന്നത്. അത്രയും ക്ലാരിറ്റി ഒരിക്കലും നമ്മള് വേറൊരാളുടെ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ഫീഡ് എങ്ങനെയാണ് ഇപ്പൊ നമ്മളോട് അതിനെ കുറിച്ച് നറേറ്റ് ചെയ്യുമ്പോൾ തുടങ്ങി നമ്മുടെ മനസ്സിലൊരു ചിത്രം വരുമല്ലോ, ഈ സിനിമയിലെ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഈ പറഞ്ഞതും നമ്മൾ കേട്ടതും ഇത് ചെയ്തു വരുമ്പോ ഉള്ള ഡയറക്ടറുടെ അതിനുള്ള പ്രതികരണവും അതിന്മേലുള്ള പുള്ളിയുടെ അപ്ഡേഷൻസ്, ചെറിയ എന്തെങ്കിലുമൊക്കെ പറയുമല്ലോ നമുക്ക് ഇങ്ങനെയും കൂടി ആകാം അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ട, അതൊക്കെ വരുമ്പോഴാണ്
അത് എന്താ പറയാ, ഓരോ ക്യാരക്ടറിനും ഒരു ക്ലാരിറ്റി നമുക്ക് പിന്നീട് തെളിഞ്ഞെളിഞ്ഞ് വരിക. നമ്മൾ എഴുതിയ പടത്തിൽ നമുക്ക് ഓൾറെഡി അത് ഉണ്ടല്ലോ. നിങ്ങൾ എഴുതുമ്പോൾ തന്നെ ആ കഥാപാത്രം നിങ്ങളിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആ കഥാപാത്രത്തിലൂടെ ആയിരിക്കുമല്ലോ യാത്ര ചെയ്യുന്നത്. അപ്പം ഇപ്പൊ ഒരു ഏതെങ്കിലും അപ്പു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അപ്പു എന്ന് പറഞ്ഞ ക്യാരക്ടർ എങ്ങനെ തിരിയുന്നു, അവരുടെ ഇമോഷൻസ് എങ്ങനെയാ, അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിങ്ങളിലൂടെ ഇങ്ങനെ പോകും. പക്ഷെ ഇത്തരത്തിൽ വേറൊരാളുടെ കഥ നിങ്ങൾ പ്ലേ ചെയ്യുമ്പോൾ ആക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാ വിഷ്ണു? അപ്പം അതിന്റെ ആ ഒരു കഥാപാത്രത്തിലേക്ക് വിഷ്ണു എത്തിപ്പെടുന്നത് ഈ സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പം മുതലേ ആ കഥാപാത്രത്തിലേക്ക് എത്തിപ്പെടുവാണോ? എന്നാൽ വേറെ കുറച്ച് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ആക്ഷൻ പറയുമ്പോൾ ഞാൻ ആ കഥാപാത്രമാവുന്നു, കട്ട് പറയുമ്പോൾ നമ്മൾ ആ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങുന്നു. ഓരോരുത്തരുടെയും ഓരോരോ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷ്ണു എങ്ങനെയാ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ ഹാൻഡിൽ ചെയ്യണതും എടുക്കുന്നതൊക്കെ? ഈ കഥ കേൾക്കുമ്പോൾ തുടങ്ങി നമ്മുടെ മനസ്സിൽ അതിനൊരു ചിത്രം തെളിഞ്ഞു വരും, ഓക്കെ, ഇതിങ്ങനെ ആയിരിക്കണം. അപ്പോ അതിന്റെ ഈ പറഞ്ഞ ഡയറക്ടർ അല്ലെങ്കിൽ റൈറ്ററുടെ അവര് തരുന്ന ഫീഡാണ്, അവര് ഫീഡ് ചെയ്യുന്ന പോലെ ഇരിക്കും ഈ ക്യാരക്ടറിന്റെ വളർച്ചയാണെങ്കിലും അതിന്റെ ഗതിവിഗതികളൊക്കെ ഇവര് പറയുന്ന പോലെ നമ്മുടേതായിട്ടുള്ള ഇൻപുട്ടുകളാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഈ ക്യാരക്ടർ ഇങ്ങനെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് നമ്മളൊരു സാധനം നമ്മളത് പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് അപ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടുന്നത്, ഓ ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു ഷെയ്ഡ് പിടിക്കാം. അപ്പൊ ചിലപ്പോ അങ്ങനെ ഒരു ഷെയ്ഡ് വരരുത്, കാരണം ഞാൻ ഈ ക്യാരക്ടറിന് ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഡയറക്ടർ അങ്ങനെ പറയും. അങ്ങനെ പറയുമ്പോഴായിരിക്കും നമുക്ക് ഓ അങ്ങനെ വരരുതല്ലേ, ഞാൻ ഇങ്ങനെ ഒരു ഷെയ്ഡാണ് അതിന് ഉദ്ദേശിച്ചത് പുള്ളി അതിനു മുമ്പ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ആയി. അപ്പൊ അതും കൂടി നമ്മളുടെ ലിസ്റ്റിലേക്ക് അതും കൂടി ആഡ് ആവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണ പോലെ തന്നെയാണല്ലോ ഒരു ക്യാരക്ടർ ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കി വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾ ഇങ്ങനെ തിരിയണം, ഇങ്ങനെ ചിരിക്കണം. പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മൾ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും ഒക്കെ ചിലപ്പോ മാനർസോ ആയിരിക്കും, ഇതൊക്കെ അറിയാതെ ചിലപ്പോ കയറി വരും. നമ്മള് അറിഞ്ഞുകൊണ്ട് ചിലത് ഉൾപ്പെടുത്തും. അത് ഇത്തിരി കൂടിപ്പോയാല് നമുക്ക് ബോറായിട്ട് തോന്നും. അപ്പൊ നമ്മൾ അയ്യോ അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഡയറക്ടർക്ക് അത് മനസ്സിലായേ പോലും ഉണ്ടാവില്ല, കാരണം അത് നല്ലതാണെന്ന് പറയും, നമ്മൾ അത്ര ഉദ്ദേശിച്ചുണ്ടാവില്ല ചെയ്യാൻ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ട് എനിക്ക്. ചെറിയ ചെറിയ ഇതൊക്കെയാ. അത് ഏത് കഥാപാത്രത്തിന്റെ ആയിരിക്കും പറഞ്ഞു കഴിഞ്ഞാല്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏതിനാണെന്ന് ചോദിച്ചാ, ഇപ്പൊ ഞാൻ റെഡ് റിവർ എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് എനിക്ക് ഉള്ള റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്റെ ബാല്യകാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഒരു ചേട്ടൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു മാനർസും പുള്ളിയുടെ ചില നടപ്പിന്റെ കുറെ ശൈലികളും ഇതൊക്കെ എന്റെ മനസ്സിൽ ഇങ്ങനെ രജിസ്റ്ററാ. ഈ കഥ കേൾക്കുമ്പോ തുടങ്ങി ഞാൻ ഈ എനിക്ക് ക്യാരക്ടർ ഇഷ്ടമായി, പക്ഷെ ഇത് ചെയ്യാൻ എനിക്കൊരു ധൈര്യമുണ്ട്. പിന്നെ ഇത് ചെയ്യുമ്പോ എന്താണ് എനിക്ക് റെഫറൻസ് പിടിക്കേണ്ടതെന്ന് കിട്ടുന്നുണ്ടായില്ല. അപ്പൊ എന്ത് പിടിക്കണമെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. അതില്ലാണ്ട് ഞാൻ ചെയ്താല് വേറെ സിനിമയിൽ കണ്ട എന്നെ തന്നെ കാണും. എനിക്ക് അങ്ങനെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്തെങ്കിലും പുതിയ എനിക്ക് അങ്ങനെ ആഗ്രഹമുണ്ട്. നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പോ അത് ഓവർഡു ആവാനും പാടില്ല എന്നും എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോഴാണ് എനിക്ക് ആ ചേട്ടനെ ഞാൻ ഓർക്കണത്, പുള്ളിയുടെ ഒരു സാധനം പിടിച്ചാൽ ഇതിന് നല്ലതായിരിക്കും. അപ്പൊ ഞാൻ പിന്നെ തന്നെ നിൽക്കുമ്പോ ഞാൻ അതൊക്കെ വെറുതെ ഒന്ന് പിടിച്ചൊക്കെ നോക്കും, വീട്ടിൽ വെച്ചാണെങ്കിൽ പോലും ഷൂട്ട് കൊടുക്കുന്നതിന് മുമ്പ്. അങ്ങനെയൊക്കെ നോക്കുമ്പോ എനിക്ക് അതെന്തെങ്കിലും വർക്കാവോ ഇല്ല എന്നൊക്കെ എനിക്ക് തന്നെ ഒരു ജഡ്ജ്മെന്റ് വരുമല്ലോ. അങ്ങനെ ഒരാളുടെ ഒരു സാധനം എടുക്കാതെ നമ്മൾ അതൊരു കഥാപാത്രമാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ നമുക്ക്? അല്ലെങ്കിൽ അവിടെ നമ്മൾ അഭിനയിക്കുന്ന പോലെ തോന്നുവോ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ആണോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വിഷ്ണുവിന് ഇപ്പൊ ഇനിയും എത്രയോ സിനിമകൾ ചെയ്യാനിരിക്കുന്നു. അപ്പൊ ഇതുവരെ വിഷ്ണു ഇതുവരേക്കും ഉള്ള ലൈഫിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഇപ്പൊ വിഷ്ണുവിന് ഇതുപോലെ റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരാള്, അങ്ങനത്തെ ഒരു കണ്ടിട്ടേ ഇല്ലാത്തൊരു കഥാപാത്രം വന്നാൽ അപ്പൊ വിഷ്ണു എങ്ങനെ ഹാൻഡിൽ ചെയ്യും അതിനെ? അല്ല, ഇതൊന്നും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതിന് നമ്മൾ ഏതെങ്കിലും ഒരു റെഫറൻസ് റെഫറൻസിന് ഒരാളെ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ പറയാണ്, ഇപ്പൊ അടുത്ത ഒരു സിനിമ എനിക്ക് വരികയാണ്. അപ്പൊ അതില് ഇങ്ങനെ എനിക്ക് പിടിക്കാനൊന്നും കിട്ടണില്ല. അപ്പൊ ഞാൻ അവർക്ക് രമ്യ ചേച്ചിയുടെ ഒരു മാനറിസം വേണമെങ്കിൽ എടുക്കാം. രമ്യ ചേച്ചി സംസാരിക്കുമ്പോ എന്തൊരു ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ലാംഗ്വേജ് ഉണ്ട് രമ്യ ചേച്ചി, പറയണതിനൊക്കെ ക്ലാരിറ്റി ഉണ്ട്. ഞാൻ പറയണത് എക്സാമ്പിൾ പറയാണ്. ആ ഒരു ചെറിയ ഒരു ന്യൂവാൻസ് ആയിരിക്കും ചിലപ്പോ എനിക്ക് രമ്യ ചേച്ചി കിട്ടും. പക്ഷെ അത് എടുക്കുമ്പോ മൊത്തത്തില് ബോഡി ലാംഗ്വേജിൽ അടക്കം വേറെ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കും. ഇപ്പൊ ഞാൻ പാൻ ഇന്ത്യൻ സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു പടം ചെയ്തിട്ടുണ്ട്, VC അഭിലാഷിന്റെ. ഞാൻ കുറെ ഓഫ് ബീറ്റ് പടങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്നും ജനങ്ങൾ കണ്ടിട്ടില്ല. അതിലാണ് ഈ പറഞ്ഞ പരിപാടിയൊക്കെ നടക്കുന്നത്. പക്ഷെ
അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അവരുടെ സർക്കിളിൽ എനിക്ക് നല്ല പേരാണ്. നമ്മുടെ ഈ സർക്കിളിൽ വിഷ്ണു നല്ല പേരല്ലേ, പിന്നെന്താ അങ്ങനെ പറയണേ? അയ്യോ അങ്ങനെയല്ല, അല്ലാത്തത് ഇല്ലാതല്ലേ പറഞ്ഞ. അവരുടെ സർക്കിളില് കുറച്ചും കൂടെ ഒരു അയ്യോ അവൻ എടുക്കാനാട്ടോ, മീൻസ് അവൻ വേറെ ലെവലാന്ന് പറയണ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ അത് ഈ പറഞ്ഞ പോലത്തെ പടങ്ങളായതുകൊണ്ട് തന്നെ അതങ്ങനെ തിയേറ്ററിൽ വരികയോ അങ്ങനെയൊന്നും വരാത്ത സിനിമകളാണ്. പക്ഷെ അതിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നുണ്ട്, ഇവരൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ അതിലെനിക്ക് ഇതേപോലെ ഒരു പ്രത്യേകതയുള്ള ക്യാരക്ടറാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം ആ പടം ചിലപ്പോൾ റിലീസ് ചെയ്യും. ഓ നല്ല കാര്യം. ഇപ്പൊ വിഷ്ണു പ്രൊഡ്യൂസർ ആയല്ലോ, അപ്പൊ ഇനി നമുക്ക് ഇതുപോലത്തെ നല്ല വിഷ്ണു അത്ര കോൺഫിഡന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന കുറെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇനി അത് വെള്ളിത്തിരിയിലേക്ക് ഇറക്കാമല്ലോ അല്ലേ? അപ്പൊ ഈ പ്രൊഡ്യൂസർ ആയിട്ട് എങ്ങനെയുണ്ട്? ഭാരിച്ച പണിയായിട്ട് തോന്നുന്നുണ്ടോ? നല്ല രസമാണ്. ടെൻഷനോട് ടെൻഷൻ ആണെന്നോ? അങ്ങനെയല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെയാണ്, ചില കാര്യങ്ങൾ ടെൻഷനാണ്, പക്ഷെ അതിലൂടെ കടന്നു പോയേ പറ്റുള്ളൂ. അതിൽ ഹാങ് ചെയ്ത് കിടക്കൊന്നുമില്ല. ചില പ്രശ്നങ്ങളുണ്ട്, അപ്പൊ അതെങ്ങനെയെങ്കിലും പരിഹരിക്കണം. ഇനി ഒട്ടും പരിഹരിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത ഓപ്ഷൻ എന്നുള്ളത് നോക്കുക എന്നുള്ളൂ. അതില് കുടുങ്ങി നമ്മൾ വിഷമിക്കണ പരിപാടിയില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ അല്ല. പക്ഷെ എപ്പോഴെങ്കിലും ഈ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള ആ ഒരു ഭാരിച്ച പണിയാണ് ശരിക്കും എന്ന് പറഞ്ഞാല്. ആക്ടിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളും ഉത്തരവാദിത്തമുള്ള ഒരു പരിപാടി തന്നെയാണ് പ്രൊഡ്യൂസർ സൈഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡിൽ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും. അപ്പോൾ ഇപ്പൊ ഈ സ്വന്തം സിനിമയിൽ തന്നെ ഒരു രീതിയിലും കുറവുകൾ വരാൻ പാടില്ലെന്ന് നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പൊ എപ്പോഴെങ്കിലും ഇത് ചെയ്തപ്പോഴേ അഭിനയത്തിന്റെ ഭാഗം ഇത് സ്ട്രെയിൻ ആയി, ഇത് വേണ്ടിയിരുന്നില്ല, എനിക്ക് ഭയങ്കര സ്ട്രെയിൻ ആവുന്നു, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയേ അല്ല, അങ്ങനെ ഒരു തോന്നൽ എപ്പോഴെങ്കിലും സംഭവിച്ചോ? ഇല്ല, വന്നിട്ടില്ല. അപ്പൊ എല്ലാം വളരെ കൂളായിട്ട് പോയി, ദൈവം സഹായിച്ച്. സിറ്റുവേഷൻസ് ഒരിക്കലും കൂളായിരുന്നില്ല, പക്ഷെ അതിനോട് അഡ്ജസ്റ്റ് ചെയ്യാനും അവിടെ സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ അങ്ങനെ ഒരു ഇതെനിക്കുണ്ട്. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എന്ത് പ്രശ്നം വന്നാലും മാനേജ് ചെയ്യും. അത് ഭയങ്കര കോൺഫിഡന്റ്. അതെനിക്ക് വിഷ്ണുവിന്റെ, എനിക്കും അതല്ലാതെ വിഷ്ണുവിനെ കുറെ കൂടുതൽ അറിയാവുന്നത് ബിപിനുമായിട്ട് എനിക്ക് നല്ല കണക്റ്റഡാ. അപ്പൊ ബിപിൻ ത്രൂവും പിന്നെ വർഷങ്ങളായിട്ട് അങ്ങനെ കുറെ അറിയാം. അപ്പൊ വിഷ്ണു എത്രത്തോളം കോൺഫിഡൻസ് ഉള്ള ഒരാളാണ്, ഭയങ്കരമായിട്ടും എന്താ പറയാ, ഭയങ്കര പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാനും അതിലേക്ക് എത്തിപ്പെടാനും. ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞല്ലോ, ഭയങ്കര വാശിയോടെ ഞാൻ അത് എടുത്തിരിക്കും, ഞാൻ നേടും, അങ്ങനത്തെ ഒരു ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സംഭവം വിഷ്ണുവിൽ എപ്പോഴും അതുണ്ട്. ഞാൻ ഇനി വിഷ്ണുവിന്റെ ഈ ഒരു ചോദ്യങ്ങളിലേക്ക്, ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ വിഷ്ണു തന്നെ ചെയ്തു പോയ കുറെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂവീസിലെ കുറച്ച് നല്ല സീൻസ് നമ്മൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വീഡിയോ, ഒരു സിഗ്നേച്ചർ വീഡിയോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. എന്നെ കാണാൻ ഋതിക് റോഷൻ പോലെ ഇല്ലെന്ന് നീ പോയിക്ക. തുടങ്ങിയ സമയത്തെ നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം 21 വർഷമാവാണ് അല്ലെ വിഷ്ണു? അല്ലേ? അല്ല, ചെറുപ്പത്തിലെ മുതൽ ആദ്യത്തെ മുതൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അത്രയും വർഷമായിട്ട് ഇന്നിപ്പോ അവിടെ ഈ ഒരു നല്ല ഒരു ഇതിൽ ഇരിക്കുമ്പോ വിഷ്ണുവിന് എന്താ തോന്നണേ? ഈ ഒരു ലോങ് ജേർണി എത്രത്തോളം വിഷ്ണുവിന് ആ ഒരു സന്തോഷം നൽകുന്നുണ്ട്? അല്ല, എനിക്ക് ലോങ് ജേർണി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. നമ്മള് ജസ്റ്റ് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ എന്നുള്ളൊരു ഫീലാണ്. അപ്പൊ ഇനിയും സഞ്ചരിക്കാൻ കിടക്കല്ലേ ദൂരം. ഓ, വിഷ്ണുവിന്റെ വെടിക്കെട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ സമയത്ത് ഞാൻ ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അന്ന് വിഷ്ണു പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചോദിച്ചപ്പം, അന്നാണ് ഞാൻ ആദ്യമായിട്ട് വിഷ്ണുവായിട്ട് കൂടുതൽ അടുക്കുന്നത്. അപ്പൊ അന്ന് എന്റെ ക്യൂരിയോസിറ്റിയിൽ ഞാൻ ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നുണ്ടായിരുന്നു, ചെറുപ്പം മുതലേ ഞാൻ പറയും, ഞാൻ
നാളെ അച്ഛനും അമ്മയും പഠിക്കാൻ പറഞ്ഞാലോ വേറെ ആരെങ്കിലും വന്ന് പഠിക്കാൻ പറഞ്ഞാലോ ഞാൻ എന്തിനാ പഠിക്കുന്നത്, ഞാൻ ആക്ടറാവും, ഞാൻ നടനാവും. വിഷ്ണുവിന് ഉറപ്പായിരുന്നു ആ ഒരു കാര്യത്തിൽ ഞാൻ ആവും. ഇന്നിപ്പോ വിഷ്ണു അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്നല്ല, ഐ മീൻ വിഷ്ണു അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇന്നിപ്പോ ആ അച്ഛനും അമ്മയും വിഷ്ണു പറഞ്ഞ വീട്ടുകാരും അവർക്കൊക്കെ എന്തൊരു സന്തോഷം, അവൻ പറഞ്ഞ പോലെ അവനായി. അവന്റെ ആ ഒരു കോൺഫിഡൻസ്, എല്ലാവരുടെയും ഇപ്പത്തെ റിയാക്ഷൻ എങ്ങനെയാ വിഷ്ണു? എല്ലാരും ഹാപ്പിയാണ്, സന്തോഷമാണ്. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഞാൻ പലരും ചോദിക്കാറുണ്ട്, അപ്പൊ നിരുത്സാഹപ്പെടുത്തിയ ആൾക്കാരില്ലേ, അവരോട് എന്ത് പറയുന്നു. അപ്പൊ എന്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരാളില്ല. അതിനർത്ഥം എന്നെ ആരും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല എന്നായിരിക്കില്ല. മീൻസ് മനസ്സിലായി, ഞാനത് എടുത്തിട്ടുണ്ടാവില്ല, എനിക്കത് രജിസ്റ്റർ ആയിട്ടില്ല. അപ്പൊ എന്റെ ഓർമ്മയില് എന്റെ ചുറ്റുപാടുള്ളവരെല്ലാരും നമ്മുടെ വെൽ വിഷേഴ്സ് ആയിരുന്നു. എന്റെ വീട്ടുകാരാണെങ്കിലും കൂട്ടുകാരാണെങ്കിലും ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ചിലപ്പോ മറ്റേ അല്ലാത്തവരുണ്ടായിരുന്നിരിക്കും, അത് നമ്മുടെ കണ്ണിൽ പതിഞ്ഞിട്ടില്ല, മനസ്സിലേക്ക് അധികം എടുത്തിട്ടില്ല അതൊന്നും. അപ്പൊ അതിന്റെയൊക്കെ ഗുണങ്ങൾ എനിക്കുണ്ട്. അപ്പോ അതുപോലെ ആവട്ടെ എല്ലാരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും വർഷത്തെ ഒരു യാത്ര, ചെറുപ്പം മുതലേ പല പല സിനിമകളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് മമ്മൂക്കയായിട്ടുള്ള ഒരുപാട് മൂവീസിലും ഒക്കെ വെച്ചിട്ടായിരുന്നു തുടക്കം സമയത്തൊക്കെ വന്നത്. അപ്പൊ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് വിഷ്ണുവിനെ സംബന്ധിച്ച് ഭയങ്കര ഇപ്പൊ ഒരു എന്താ പറയാ, തുടക്കക്കാരൻ വരുന്ന പോലെ അത്രയും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ട് വിഷ്ണുവിന് തോന്നുന്നുണ്ടോ വിഷ്ണുവിന്റെ യാത്ര? അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ തോന്നണില്ല. കാരണം ഞാൻ മിമിക്രിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ മനുരാജ് ചേട്ടന്റെ ട്രൂപ്പില് നമ്മള് മിമിക്രി ചെയ്യുന്ന സമയത്ത് പുള്ളിയുടെ ഒരു സുഹൃത്ത് നിഷാദ് എന്ന് പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പുള്ളി സിബി മലയിൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് എന്റെ വീട് അപ്പുന്റെ എന്ന് പറയുന്ന പടം വർക്ക് ചെയ്യുമ്പോൾ മനുചേട്ടനെ വിളിച്ചിട്ട്, എടാ നിന്റെ ട്രൂപ്പിൽ മറ്റേ പയ്യനില്ലേ വിഷ്ണുവിനെ, അവനെ ഇങ്ങോട്ട് പറഞ്ഞുവിട്, ഇതിലൊരു നല്ല വേഷമുണ്ട് അവന് പറ്റിയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിപ്പിക്കുകയാണ്. എനിക്ക് ആദ്യ സിനിമ എന്നെ ഇങ്ങോട്ട് തേടി വന്നതുകൊണ്ട് ഇതിങ്ങനെ വന്നോളൂ എന്നാണ് എൻ്റെ ഒരു വിചാരവും. ആ സിനിമയിൽ പോയി അഭിനയിക്കുന്നു. അപ്പോൾ അവിടെ ചെറിയൊരു സീൻ പെർഫോം ചെയ്തപ്പോൾ തന്നെ സിബി മലയിൽ സാർ എഴുന്നേറ്റ് ഒന്ന് ഷെയ്ക്കാൻ്റെ വരുന്നു, എല്ലാരും കൈയടിക്കുന്നു. അപ്പൊ ഞാൻ സ്റ്റാറായി. എന്നെ കുറെ സീനുകളിൽ ഉൾപ്പെടുത്തുന്നു. ആ പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടർ തോമസ് സെബാസ്റ്റ്യൻ ആയിരുന്നു. അദ്ദേഹം പുള്ളി വർക്ക് ചെയ്യുന്ന അടുത്ത സിനിമ സുന്ദർദാസ് സാറിന്റെ പടമാണ് കണ്ണിന് കണ്ണാടി. അതിലേക്ക് പുള്ളി എന്നെ വിളിപ്പിക്കുന്നു. അപ്പൊ ഞാൻ പാലക്കാട് പോയി അഭിനയിക്കുന്നു. അപ്പൊ ഞാൻ ഞാൻ നടനായി. എന്റെ കൂട്ടുകാരൊക്കെ, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ കൂട്ടുകാരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഞാൻ നടനായി കഴിഞ്ഞല്ലോ. പിന്നെ വീണ്ടും സിബി മലയിൽ സാറിന്റെ അമൃതം എന്ന് പറയുന്ന പടത്തില് ത്രൂ ഔട്ട് വേഷം ജയറാമേട്ടന്റെ കൂടെ, അതില് മാമുക്കോയുടെ കൂടെ, ജഗതിച്ചേട്ടന്റെ കൂടെ ഒക്കെ അഭിനയിക്കുകയാണ്. KPS ലളിത ചേച്ചിയുടെ കൂടെ, പത്മപ്രിയയുടെ കൂടെ ഒക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഇങ്ങോട്ട് വന്ന വേഷങ്ങളാണ്. അതിനുശേഷം രാപ്പകൽ എന്ന് പറയുന്ന പടത്തില് കമൽ സാറിന്റെ പടത്തിലേക്ക് ചെറിയൊരു വേഷത്തിനെ വിളിക്കുന്നത്, പക്ഷെ സ്റ്റിൽ അതും എന്നെ വിളിപ്പിക്കുന്നു, ഞാൻ പോയി അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ പടങ്ങള്, അതിന്റെ കൺട്രോളർ ആയിട്ടുള്ള ആൻഡോ ചേട്ടൻ പളുങ്കിലേക്ക് വിളിപ്പിക്കുന്നു. എത്ര മമ്മൂക്കയുടെ എത്ര മൂവീസിലായി ചെയ്തിരിക്കണേ, മായാവി. അതെ എത്ര മൂവീസ് അല്ലെ. അപ്പൊ ശരിക്കും അപ്പൊ ഒരു കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു സിനിമ, ഒരു ചാൻസിന് വേണ്ടിട്ട് അങ്ങനെ ഒന്നും ഇതുവരെയും ചെയ്യേണ്ടി വന്നിട്ടില്ല. സോക്കോൾഡ് കഷ്ടപ്പാട് ഞാൻ അനുഭവിച്ചിട്ടില്ല. പറയുമല്ലോ, കോടമ്പാക്കാത്ത് പോയി പൈപ്പ് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞു, അങ്ങനത്തെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ല. പക്ഷെ എന്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പക്ഷെ വർഷത്തിൽ ഒരു പടത്തിലൊക്കെ വിളിക്കണത്. അപ്പൊ ഇങ്ങനെയാണ് എല്ലാരും എന്റെ ഒരു തോന്നല. അടുത്ത പടത്തിന് ആരെങ്കിലും വിളിക്കുമായിരിക്കും, കാത്തിരിക്കുന്നു. ചിലപ്പോൾ ആരെങ്കിലും ഏതെങ്കിലും പടത്തിൽ എന്തെങ്കിലും തർക്കുത്തം പറയാൻ ഒരു പയ്യൻ വേണമെന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ചെക്കനെ വിളിക്കും, അതും പറഞ്ഞിട്ട് ഇവരാരെങ്കിലും എന്നെ വിളിക്കും, ഞാൻ ചെല്ലും, അഭിനയിക്കും, ഒരു സീൻ 2 സീൻ, ഇങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ബിബിനാണ് എന്നോട് പറയുന്നത്, എടാ നമ്മൾ ചാൻസ് ചോദിക്കണം പോയിട്ട്. അപ്പോഴാണ് നമുക്ക് അവരെ നിർബന്ധിച്ച് വിളിച്ചാണ്. ഒരു ദിവസം ഷാഫി സാറിന്റെ വീട്ടിൽ പോയി ഞങ്ങൾ ചോദിക്കാനായിട്ട്. അപ്പോൾ പുള്ളി നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു. കമൽ സാറിന്റെ വീട്ടിൽ വേറൊരാൾ വിളിച്ചുകൊണ്ടുപോയി. പുള്ളിയുടെയും പടത്തിലൊരു സീൻ അഭിനയിച്ചാണല്ലോ. പുള്ളിയും പറഞ്ഞു നമുക്ക് നോക്കാം, എന്തെങ്കിലും വന്നാൽ പറയാന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെ പക്ഷെ അങ്ങനെ പോയതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല. അപ്പൊ പിന്നെ AK സാജൻ സാറിന്റെ പടത്തില് അസുരവിത്ത് എന്ന് പറഞ്ഞ പടത്തില് അതിലൊരു ത്രൂ ഔട്ട് വേഷത്തിന്, അതും ഈ പറഞ്ഞ പോലെ മനുച്ചേട്ടന്റെ സൗഹൃദ വലയത്തിലുള്ള ഇതായതുകൊണ്ട് സാജൻ സാറിന്റെ പരിചയമുണ്ട്. AK സാജൻ സാറിന്റെ പടത്തിൽ ഇതേപോലെ എന്തായാലും വാന്നൊക്കെ പറഞ്ഞ് വിളിച്ച് അവിടെ ചെന്ന് ഇങ്ങനെ അവിടെ വർത്താനം ഇതൊക്കെ ആയിട്ട് ഓരോ സീനിലൊക്കെ നിന്ന് അങ്ങനെ വന്ന് പിന്നെ ആ പടത്തിൽ ഫുള്ളായി. അപ്പോഴും ഇങ്ങനെ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു പരിപാടി എന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മൾ ചാൻസ് ചോദിക്കണം,
എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു മമ്മൂക്കൊക്കെ ഇപ്പോഴും ഞാൻ ചോദിക്കും നീ ചോദിക്കാറുണ്ട് പേടി മാറിയോ? ഞാൻ അത് കേട്ടിട്ടുണ്ട് കുറെ ഇന്റർവ്യൂല്. മമ്മൂക്കേനെ ഭയങ്കര പേടിയായിരുന്നു, എത്രയോ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്, ഓരോ തവണയും ചെല്ലുമ്പോ പേടിയാണ്. ഇപ്പൊ ആ പേടിയൊക്കെ മാറിയോ? ഇപ്പോഴും പേടിയാണോ? പേടിന്നല്ല അത് മനസ്സിലായി, ആ ആദരവ്, റെസ്പെക്ട് കൊണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഇത്, ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണം. പക്ഷെ മമ്മൂക്ക അത് കാണിക്കൂല ഒരിക്കലും. മമ്മൂക്കയുടെ വീട്ടിൽ ഞങ്ങൾ ഇപ്പൊ ഈ അടുത്ത് പോയിരുന്നു. ഒരു പടത്തിലെ തുടക്കത്തില് ഒരു നറേഷൻ ഡബ് ചെയ്യാനായിട്ട് മമ്മൂക്കയുടെ വീട്ടിൽ പോയിട്ടാണ് ചെയ്തത്. അപ്പോഴും മമ്മൂക്ക വളരെ കൂളായിട്ടാണ് മമ്മൂക്ക എന്താണ് അടുത്ത പരിപാടി എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ മമ്മൂക്ക. എന്നാലും നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഇടാണ്ട് നമുക്ക് നിൽക്കാൻ തോന്നുന്നില്ല. എന്റെ കല്യാണത്തിന്റെ റിസപ്ഷന് മമ്മൂക്ക വന്നിട്ടുണ്ടായി. അപ്പോ നമ്മള് ഒരു മര്യാദയുടെ പേരില് വിളിക്കുക എന്നുള്ളത് നമ്മുടെ ഇത്. ഇവര് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ആലോചാരനും മമ്മൂക്കൊക്കെ കൂടി നേരെ വരികയാണ് കല്യാണത്തിന്. അപ്പൊ ഫുൾ തിരക്കാ. അപ്പൊ ഏതെങ്കിലുമൊക്കെ നടന്മാരൊക്കെ വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വന്നവരാരും പോയിട്ടില്ല, എല്ലാരും അവിടെ വെയിറ്റ്. ഭയങ്കര തിരക്ക്. ഇതിന്റെ ഇടയിൽ കൂടി മമ്മൂക്ക വന്നിട്ട് സ്റ്റേജ് വന്നിട്ട് ഇത് നീ എങ്ങനെ മുതലാക്കൂടാന്ന് ചോദിച്ചു. ഇത്ര ആൾക്കാര് ഇവിടെയൊക്കെയാണ്. നേരെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ലാലേട്ടൻ വരുന്നു. അപ്പൊ എന്റെ കല്യാണ റിസപ്ഷൻ ഭയങ്കര സംഭവമായിരുന്നു. ലാലേട്ടൻ, ദിലീപേട്ടൻ, നിരച്ചിരിക്കാതെ ഇവരെല്ലാവരും എത്തി, സൂപ്പർ സ്റ്റാർസ് എല്ലാരും എത്തി അല്ലേ? ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ കോടമ്പാക്കത്തെ കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ തോന്നിയതാണ്, വർഷങ്ങൾക്ക് ശേഷം എന്ന മൂവിയില് നമ്മൾ കണ്ട കാര്യമാണ്. അതിനകത്ത് നെപ്പറ്റിസവും ഈ പറയുന്ന ഗ്രൂപ്പിസവും ഇതൊക്കെയാണ്. അതിനകത്ത് നമ്മുടെ നിവിൻ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് വഴിതെളിച്ച് വന്നവനാണ്, അങ്ങനത്തെ ഡയലോഗ്. അതൊക്കെ തോന്നും, അതൊക്കെ കേൾക്കുമ്പോഴൊക്കെ വിഷ്ണുവിനും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? അല്ലേ, എന്താ തോന്നുന്നേ? അല്ല, അതില് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മൊത്തമായിട്ട് അതിനോട് യോജിക്കണല്ല. ഏത് ഈ നെപ്പോട്ടിസം ഇതൊക്കെ പറഞ്ഞ ഗ്രൂപ്പിസം എന്നൊക്കെ പറയണത് അത് സ്വാഭാവികമല്ലേ. ഇപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുന്നു, അപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർക്കല്ലേ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക അല്ലേ? അത് ഞാൻ അതെ, ഇപ്പം നെപ്പറ്റിസം വിഷ്ണുവിന് ഇല്ലെങ്കിലും ഗ്രൂപ്പിസം അത് ശരിക്കും ഉണ്ട്. കാരണം വിഷ്ണു, ബിപിൻ, നിങ്ങളുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ ഗ്യാങ്ങിൽ തന്നെ സിനിമകൾ ഉണ്ടാവുന്നു. അല്ല, അതൊരു ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടും സംഭവങ്ങളും. ഇതുപോലത്തെ നിങ്ങൾ മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിൽ ഇതുപോലത്തെ എത്ര 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 ഗ്രൂപ്പുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ ഇപ്പൊ വിഷ്ണു പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള വേവ് ലെങ്തോ വൈബോ അതൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നത് കൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത് കൊണ്ടാണോ? എങ്ങനെയാണ് ഈ ഗ്രൂപ്പിസം എത്രത്തോളം നിങ്ങളുടെ മൂവിയിലേക്ക് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്? നമുക്ക് അങ്ങനെ ഗ്രൂപ്പിസം ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ ഗ്രൂപ്പിസം ഇല്ല. കാരണം ഞങ്ങൾ ചെയ്ത സിനിമകളിലൊന്നും ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് അല്ല. ആദ്യം ചെയ്ത സിനിമ അമരക് ബ്രന്തോണിയാണ്. അപ്പൊ അതിൽ ഈ ഒരു സീനിലൊക്കെ വന്നു പോണേ നമ്മുടെ കൂട്ടുകാരെയൊക്കെ എങ്ങനെയെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. അതേപോലെ രണ്ടാമത് ചെയ്ത കട്ടപ്പനയിൽ ഋതിക് റോഷനാണ്. ഫസ്റ്റത്തെ സിനിമയിലെ കാസ്റ്റിംഗേ അല്ല ഇതില്. അത് ചെയ്തത് യമണ്ടൻ പ്രേമകഥയാണ്. ഈ പറഞ്ഞ 2 സിനിമയിലെയും കാസ്റ്റിംഗ് അല്ല അതില്. അത് കഴിഞ്ഞ് ചെയ്ത സിനിമ വെടിക്കെട്ടാണ്. ഈ ഞങ്ങളുടെ മുൻപുള്ള സിനിമകളിൽ ഉള്ള ഒരാർട്ടിസ്റ്റുകളും ഇല്ല അതില്. എല്ലാം പുതിയ ആൾക്കാരാണ്. ഞാനും ഇവനും മാത്രമേ ഉള്ളൂ വെടിക്കെട്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ എഴുതുന്നതും വേറൊരു ആക്ടർക്ക് വേണ്ടിയാണ്. ഗ്രൂപ്പിസം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പെർസ്പെക്റ്റീവ് ഞാൻ പറയാം, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. വേറെ സിനിമകളിലുള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അടച്ചങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ചെയ്ത സിനിമകൾ നോക്കുമ്പോ, ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ, ഞാൻ പല ഗ്രൂപ്പിന്റെ പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരുടെ ഒക്കെ സിനിമകളിൽ പല പല ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ബോധപൂർവ്വം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനെ പല പല ഗ്രൂപ്പിൽ പോയി ചെയ്യുമ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നുള്ളൊരു മൂവി വരുമ്പോഴും അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവില്ലേ? ശരിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനും ബിബിനും ചെയ്യണ കാര്യമാണെങ്കിൽ ഞങ്ങളുടെ സ്ക്രിപ്റ്റുകളാണ് ഞങ്ങൾ ഒരുമിച്ച് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ അതിൽ ഞങ്ങളുടെ ഇൻവോൾവ്മെന്റും അതിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തുടക്കം പോലെ നമ്മുടെ കൂടെ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും റോളുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. പക്ഷെ അവരെ ഒന്നും നമുക്ക് ഗ്രൂപ്പിസം എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിലുള്ള ത്രൂ ഔട്ട് ക്യാരക്ടേഴ്സ് ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ആകെ വെടിക്കെട്ടിൽ മാത്രമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതും പക്ക ഓഡിഷനിൽ കൂടെയാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി വിഷ്ണുവിന്റെ എന്താ മ്യൂസിക് കേൾക്കുന്നത്?
ഗസ്റ്റ് എൻട്രിയിലാണ് എപ്പോഴും യൂഷ്വലി കേൾക്കണത്. എന്താണെന്നറിയോ വിഷ്ണു, നമ്മുടെ പ്രോഗ്രാം ഈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് ഇതിനകത്ത് നോർമൽ ഒരു ഇന്റർവ്യൂ പാറ്റേണിലല്ല നമ്മൾ ഈ ഷോ കൊണ്ടുപോകുന്നത്. ഇതിനകത്ത് സർപ്രൈസ് എൻട്രീസ് കുറച്ച് പേര് വരും, ഗസ്റ്റുകൾ വരും, ഓഡിയോ വീഡിയോ, ഇങ്ങനെ പല രീതിയിലും പല പല സർപ്രൈസസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഗസ്റ്റുകൾ വരുമ്പോൾ ഇടുന്ന മ്യൂസിക് ആണ് ഇത്. അതാണ് ഞാൻ ഇന്നിപ്പോ ഗസ്റ്റ് ആരും ഇല്ല, കാരണം ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി എനിക്കിവിടെ പൊളിഞ്ഞ് എനിക്കിവിടെ 3 സീറ്റർ ഉണ്ടാവും. ആരാ ഗസ്റ്റ്? അപ്പൂസ ഇവിടെ 3 സീറ്ററും ഇല്ല. ഗസ്റ്റ് ആരും ആരാ? അനന്തകൃഷ്ണനോ? അനന്തകൃഷ്ണൻ വരൂ. അനന്തകൃഷ്ണനാണോ? വരൂ അനന്തകൃഷ്ണൻ വരൂ, ഇവിടെ ഇരിക്കൂ. ചിറ്റപ്പനും വേറെ ആരോ? ഇത് അനന്തകൃഷ്ണന്റെ ആരാണ്? അനന്തകൃഷ്ണൻ തന്നെ എന്താ മൈക്ക് വെച്ചോളൂ. അനന്തകൃഷ്ണൻ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഞങ്ങളുടെ കൂടെ നമ്മുടെ കുടുംബത്തിലൊരു മെമ്പറാണ്, നമ്മുടെ നല്ലൊരു വീഡിയോ എഡിറ്റർ ആണ്. അപ്പോ നിങ്ങൾ ഇത് എങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വന്നു, ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ബന്ധം നിങ്ങൾ തമ്മിൽ എന്താ? അതൊക്കെ അനന്തകൃഷ്ണൻ തന്നെ പറയൂ. നമ്മുടെ പ്രഷർ എടുത്ത് വരാം. ഇത് ചിറ്റപ്പനാന്ന് ഉറക്കം പറയൂ. കൊച്ചിച്ചൻ, അച്ഛന്റെ അനിയൻ. ഞാൻ ഇത്ര നേരം സംസാരിച്ചല്ലേ, നീ വന്നാ നീ സംസാരിക്കണം. ആ അത് പറയാൻ എന്തിനാ ഇത്ര പേടിക്കുന്നത്? അച്ഛന്റെ അനിയനെ കുറിച്ച്, കൊച്ചിച്ചനെ കുറിച്ചൊക്കെ ഞങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് പറഞ്ഞേ കേക്കട്ടെ. ഈ കൊച്ചിച്ചൻ എങ്ങനെയാ? ഭയങ്കര സ്ട്രിക്റ്റ് ആണോ? വളരെ ആണോ? അല്ല അപ്പൊ വിഷ്ണുവൊക്കെ എങ്ങനെ നിങ്ങൾ വീട്ടിലൊക്കെ കാണുന്ന പോലെ വിളിക്കുന്ന എങ്ങനെയാ? കൊച്ചിച്ചാന്നാണോ? ഞങ്ങളൊരു വീട്ടിലല്ല. കൊച്ചച്ഛൻ എന്ന് പറഞ്ഞാലും എന്റെ അമ്മാവന്റെ മോന്റെ മോനാണ്. ഓക്കെ ഓക്കെ. ഓക്കെ. പക്ഷെ നമ്മളിപ്പോ അനന്തുവിന്റെ അടുത്ത് കുറെ നാളായിട്ട് നമ്മൾ പറയുന്നുണ്ട്, വിഷ്ണുവിന്റെ ഒരു ഇന്റർവ്യൂ ഒന്ന് റെഡിയാക്കി തരുമോ അനന്ത്, നമുക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് അറിയുമ്പോൾ ഒന്ന് വിളിച്ചോണ്ട് പോകാൻ അനന്തൊന്ന് പലതവണ അനന്തകൃഷ്ണന്റെ അടുത്ത് ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ എല്ലാം ഒത്തു വന്നത് ഇന്നാണ്, ഇപ്പോഴാണ്. അതുകൊണ്ടാണ് ഒരു ഇത്. ഇവന്റെ അച്ഛൻ വിബിച്ചേട്ടൻ, അപ്പൊ എന്റെ ചേട്ടനാണ്, അതായത് അമ്മയുടെ ചേട്ടന്റെ മോനാണ്. അപ്പൊ വിബിച്ചേട്ടൻ പണ്ട് മിമിക്രി ചെയ്യണ കണ്ടിട്ടാണ് ഞാൻ കുഞ്ഞുനാളില്, പുള്ളിയാണ് നമ്മുടെ ഫസ്റ്റ് എന്താ പറയാ റെഫറൻസ്. പുള്ളി NN പിള്ളയുടെ ശബ്ദം അനുകരിക്കണം കണ്ടിട്ടാണ് ഞാൻ ആദ്യമായിട്ട്, ഞാൻ എൻ്റെ അച്ചാമ്മയെ അനുകരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ആദ്യം ഒരു മിമിക്രി പരിപാടി തുടങ്ങുന്നത്. അതിനുശേഷം സിനിമാ നടനെ അനുകരിക്കണം എന്നുള്ളത് വിബിച്ചേട്ടൻ ചെയ്യണ കണ്ടപ്പോഴാണ്. പുള്ളി കൃഷ്ണൻകുട്ടി നായരെയും NN പിള്ളേനെയൊക്കെ അനുകരിക്കും. അപ്പൊ അത് കണ്ടിട്ടാണ് ഞാൻ അതേപോലെ പറയാൻ നോക്കിയിട്ടാണ്. അപ്പൊ എനിക്ക് പ്രോത്സാഹനം കിട്ടി. ഇവൻ പറയണ്ടല്ലോ കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട്. കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാര്യം കേട്ടോ പറയണത്. അപ്പൊ ഇവരുടെ അവിടെ പനങ്ങാട് ഉദയത്തും വാതിക്കൽ ക്ഷേത്രമുണ്ട്. ആ അമ്പലത്തില് ഉത്സവത്തിന് വിബിച്ചേട്ടനും വിബിച്ചേട്ടൻ്റെ ജോജോ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, സബി അല്ലടാ, അവരൊക്കെ കൂടിയിട്ട് ഉത്സവത്തിന് മിമിക്രി ചെയ്യാൻ വേണ്ടി സ്റ്റേജ് കയറും. അപ്പൊ ഞാൻ ചെറുതാണ്. അപ്പൊ എന്നോട് അതിലൊരു സാധനത്തിന് സൈഡിലൊരു റോള് കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇല്ല അതും പറഞ്ഞിട്ട് കയറിയില്ല. പക്ഷെ അന്ന് എനിക്ക് ഭയങ്കര നഷ്ടബോധമായി. ഇവരാണെങ്കിൽ സ്റ്റേജിൽ കയറിയിട്ട് ഭയങ്കര തകർക്കണ്, കയ്യടിയും ബഹളവും ഒക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര ചേട്ടൻ അത്രയും നിർബന്ധിച്ചു. അപ്പൊ കൂടെ എന്തെങ്കിലും കയറിയാൽ മതിയായിരുന്നു തോന്നി. പിന്നെ ഞാൻ വിരിച്ചേട്ടൻ ചെയ്യണ പോലെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അങ്ങനെ 2-3 നടന്മാരെ ശബ്ദമൊക്കെ പഠിച്ച് മിമിക്രി ചെയ്യാൻ തുടങ്ങി. അതാണ് ഫസ്റ്റ് തുടക്കം. എന്റെ പുള്ളി പഠിപ്പിച്ചെന്നല്ല ഞാൻ പറയണ, പക്ഷെ പുള്ളിയാണ് എന്റെ മറ്റേ ഏകലവ്യനും പുള്ളി ദ്രോണാചാര്യനും. പുള്ളിയുടെ മോനാണിത്. പുള്ളിയുടെ മോനാണത്. അപ്പൊ ഇപ്പൊ എന്താ ചെയ്യണം? അപ്പൊ അച്ഛൻ ഇപ്പൊ അങ്ങനത്തെ ബിസിനസ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പം ഈ വിഷ്ണുവിന്റെ മോന്റെ പേരല്ലേ മാധവ്? ഞങ്ങൾക്ക് എങ്ങനെ പരിചയം എന്നറിയോ? എപ്പോഴും അനന്തകൃഷ്ണൻ പറയുന്നുണ്ട്, മാധവൻ അതാണ് ഇഷ്ടം, മാധവൻ ഇതാണ് ഇഷ്ടം, മാധവൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ എപ്പോഴും നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഒരുമിച്ച് ലഞ്ചൊക്കെ കഴിക്കാൻ എവിടെയെങ്കിലൊക്കെ പോയിരിക്കുമ്പോഴൊക്കെ അനന്തകൃഷ്ണൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, മാധവൻ ഇത് ഇഷ്ട, മാധവൻ അത് ഇഷ്ടം. അപ്പഴത് പെട്ടെന്ന് ഓർമ്മ വന്നേ, മാധവനല്ലേ ആണല്ലേ? അപ്പൊ ആ പ്രായമാണ് അനന്തകൃഷ്ണൻ കളിച്ച്. ഇനി അനന്തകൃഷ്ണൻ പറഞ്ഞ് നമ്മള് അനന്തകൃഷ്ണന്റെ അച്ഛൻ ഇപ്പം ഇത്രയും വിഷ്ണു പറഞ്ഞില്ലേ, അച്ഛൻ പഠിപ്പിച്ചു തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോന്നും കണ്ടിട്ടാണ് വിഷ്ണു ഓരോന്നും ചെയ്യാൻ തുടങ്ങിയത്, പഠിക്കാൻ തുടങ്ങിയതെന്നൊക്കെ അനന്തകൃഷ്ണൻ കണ്ടിട്ടുണ്ടാവില്ലേ? വിഷ്ണു ഇതുപോലെ പെർഫോം ചെയ്തത് എന്തെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടാവില്ലേ? ചെറുപ്പത്തിൽ അച്ഛൻ കൊണ്ടുപോയ പരിപാടി നടന്നപ്പോഴത്തേക്കും കൊണ്ടുപോയ ഒരു ഓർമ്മയുണ്ട്. അത് ഏത് ക്യാരക്ടർ ചെയ്തത്, അല്ലെങ്കിൽ ആരുടെ സൗണ്ട് ചെയ്ത പോലെ ഓർമ്മയുണ്ടോ? അങ്ങനല്ല, ഒരു നാടകത്തിനായിരുന്നു.
മറ്റേ പണ്ടത്തെ വീടിന്റെ അവിടെ പള്ളിയുടെ അവിടെ വെച്ചിട്ട് ഒരു നാടകത്തിന് വേണ്ടിട്ട് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഓർമ്മയുള്ളൂ. എന്നാ പിന്നെ വിഷ്ണു തന്നെ പറ. വിഷ്ണു ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ചെയ്തിട്ട് plus one ല് ആദ്യം ട്രൈ ചെയ്തത് ഏതായിരുന്നു? എന്നൻപിള്ളയുടെ ശബ്ദം. അന്ന് ഒന്ന് പറഞ്ഞേ കേക്ക്. എന്നൻപിള്ളയുടെ ശബ്ദം. എന്റെ ദൈവം, ഞാനതൊക്കെ അതിനിപ്പോ എന്താ അന്ന് പഠിച്ച പോലെ തന്നെ അത്. അയ്യോ, അത് എനിക്ക് എന്താ ഡയലോഗ് ഒന്നും പോലും എനിക്ക് അതിപ്പോ ഓർമ്മയില്ല. എന്തെങ്കിലും പറഞ്ഞോ, ആ ശബ്ദം വെച്ചിട്ട് നമ്മൾ ഞാൻ ഇപ്പത്തെ പറയാം. സിറ്റുവേഷനിലെ ഡയലോഗ്. ബിബിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗ് എനിക്ക് ഇപ്പോഴും ആ ഓർമ്മയുണ്ട്. എന്നാ പറയേ. മറക്കണോ എന്തായിരുന്നു? എന്റെ ലക്ഷ്മി, ഈ വീടിന്റെ മഹാലക്ഷ്മി, എന്റെ മടിയിൽ കിടന്ന് പടഞ്ഞു വീണു, ഞാൻ മരിക്കണോ? താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം അനന്തകൃഷ്ണന്റെ അടുത്തും വലിയൊരു താങ്ക് യു പറയാണ്. ഇന്ന് വിഷ്ണു ചേട്ടന്റെ പുതിയൊരു കൊച്ചിച്ചന്റെ അല്ലേ പുതിയ മൂവി റിലീസായപ്പോ തന്നെ ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു സമയത്ത് തന്നെ നമുക്ക് ഇവിടെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിലേക്ക് കൊച്ചിച്ചനെ എത്തിച്ചു തന്നല്ലോ. അതിനൊരുപാട് സന്തോഷമുണ്ട് അനന്തകൃഷ്ണൻ. താങ്ക് യു സോ മച്ച്. ഓക്കെ, അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ ഇടപെടാതിരിക്കുക, അതാണ് എനിക്ക് കൊടുക്കേണ്ട ഉപദേശം. അനാവശ്യമായിട്ടേ പാതിരാത്രി ഫോൺ ചെയ്ത കുഴപ്പമുണ്ടോ?